ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 13th ഏപ്രിലാണ്. അപ്പോൾ എന്താ ഇന്നത്തെ വ്ളോഗ്? മറ്റൊന്നുമല്ല, വിഷു. അത് തന്നെയാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണുള്ളത്. വീട്ടിൽ പോകാൻ പറ്റിയില്ല, ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിലല്ലാണ്ട് ഒരു വിഷു ആഘോഷിക്കുന്നത്. പക്ഷേ ഹോസ്റ്റലാണെങ്കിലും ഒന്നും ചെയ്യാതെ ഈ വിഷുവിനെ അങ്ങനെ കടന്നു പോകാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഈ ഹോസ്റ്റലിൽ നമുക്ക് വിഷു എങ്ങനെ ആഘോഷിക്കുക എന്നുള്ള വ്ളോഗാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണണം. നമുക്ക് സാധനങ്ങളൊക്കെ ഓരോന്നായി വാങ്ങാം. കണിയൊരുക്കണ്ടേ? സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഹോസ്റ്റലിൻ്റെ കോളേജിൻ്റെ ഉള്ളിലുള്ള കടയിൽ നിന്ന് മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. നോക്കാം. പിന്നെ ഞാൻ ഇവിടെ തന്നെ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ഓറഞ്ചും കദളിപ്പഴവും ആപ്പിളും എടുത്തു. കണിവെള്ളരി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം ഞാനത് വാങ്ങിയാലും പിന്നെ അത് വേസ്റ്റായി പോയില്ലേ. ഇവിടെ എനിക്കത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കണിക്കൊന്ന് കിട്ടാൻ ഞങ്ങൾ അലഞ്ഞു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി കോളേജ് ഫുള്ള് തിരഞ്ഞിട്ടാണ് വളരെ കുറച്ച് കണിക്കൊന്ന കിട്ടിയത്. അതൊക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് അറിയണ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. എനിക്കിവിടെ കിട്ടിയ സാധനങ്ങളുണ്ട്, എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ വിളക്കുണ്ട്, ഒരു കുഞ്ഞു കൃഷ്ണന് രാധയുണ്ട്, ഒരു കൃഷ്ണനുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പൈസ ഉണ്ട്, സെറ്റ് മുണ്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കണി. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കാനുള്ള സെറ്റ് മുണ്ടൊന്ന് വെച്ചൊക്കെ നോക്കി അതിന് പ്ലീറ്റ്സ് എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി റെഡിയായി. എനിക്ക് പ്ലീറ്റ്സ് എടുക്കാനൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായം കൂടി തേടി ഞങ്ങളത് പ്ലീറ്റ്സ് എടുത്ത് വെച്ചു. എന്നിട്ട് കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റു. രാവിലെ 3:45 എണീറ്റ് കണി കണ്ടു. എന്നിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നതിന് ശേഷം പോയി കുളിച്ചു. സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് പിന്നെ മുഖത്തെ മേക്കപ്പിലേക്ക് കടന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യും 16th. അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് പോയി കാണണേ. അങ്ങനെ എൻ്റെ സെറ്റ് മുണ്ടെടുക്കലും കമ്മലിടലും ഒരുങ്ങലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ച് പട്ടിഷ ഇറക്കി. നിങ്ങൾ കരുതുന്നുണ്ടാവും ഒത്തിരി ഒരുങ്ങിയിട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ എങ്ങോട്ടാണ് പോണേന്ന്. അപ്പം ഞാൻ പാലക്കാട് പോവാണ്. പാലക്കാട് വടക്കന്തര ക്ഷേത്രത്തിൽ പോകാനാണ് ഫസ്റ്റ് പ്ലാൻ. അപ്പം അതിന് വേണ്ടി ട്രെയിനൊക്കെ കയറി പാലക്കാട് സ്റ്റേഷനിലെത്തി. ഇതാണ് അമ്പലം. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് കണ്ടപ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലായി. ഫുള്ള് വണ്ടികളായിരുന്നു. പിന്നെ ക്യൂ നോക്കിയപ്പോൾ ഒരുപാട് നീണ്ട ക്യൂ, അതാണെങ്കിൽ നീങ്ങണമില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഉള്ളിൽ കയറി. നല്ലൊരു അമ്പലമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ലൊരു സമാധാനം ഉണ്ട്. പിന്നെ ഉള്ളിലൊക്കെ നിറയെ മരമൊക്കെ ആയിട്ടൊരു വലിയൊരു അമ്പലമായിരുന്നു. പാലക്കാടുള്ളവർക്കൊക്കെ എന്തായാലും ഈ ക്ഷേത്രം അറിയുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2-2.5 കിലോമീറ്റർ ആണുള്ളത്. ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 80 റുപ്പീസാണ് ഓട്ടോയ്ക്ക് ആവുന്നത്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് ലൈറ്റ് കത്തണ തൂവലൊക്കെ ഉള്ള തലയിൽ വെക്കുന്ന ഒരു സാധനവും പിന്നെ ബബിൾസ് വരണ ഒരു ഗണ്ണും വാങ്ങി അനിയത്തിക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ അവളുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കും ബബിൾസ് ഒക്കെ ഇങ്ങനെ ആക്കി കളിക്കാമല്ലോ. അതിനുശേഷം അതിൻ്റെ തൊട്ടു പുറത്ത് തന്നെ നല്ല ഓറഞ്ച് സർബത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചൂടത്ത് നല്ല ആശ്വാസം കിട്ടി. പിന്നെ നേരെ മോമോ ആൻഡ് മീൽ കയറി. എന്നിട്ട് അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ മോമോസാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് ട്രൈ ചെയ്യണതും. ഞാൻ ഹോട്ടലിൽ കയറാത്ത ഒരാളല്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഇതുവരെ ഞാൻ മോമോസ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അത് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പാലക്കാട് നല്ല മോമോസ് എവിടെ കിട്ടുമെന്ന് തിരഞ്ഞു നടക്കുന്ന എല്ലാവരും മോമോ ആൻഡ് മീ ഒന്ന് ട്രൈ ചെയ്യണം. ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. പിന്നെ എവിടെ പോയാലും AC ഉള്ള സ്ഥലങ്ങൾ തിരഞ്ഞു പിടിച്ച് പോകണം എന്നായിരുന്നു. കാരണം പാലക്കാടിലെ ചൂട് നമുക്കറിയാലോ. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറി കുറേ തിരഞ്ഞു. അങ്ങനെ കരയായിട്ടൊന്നും വാങ്ങിയില്ല, പക്ഷെ അവിടുത്തെ ഒരു സ്പ്രേ വാങ്ങി. നെക്സ്റ്റ് ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വിഷു ആണെങ്കിലും മന്തി നമ്മളെ മാടി വിളിച്ചപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് നെഹദി മന്തിയിൽ കയറി. വീട്ടിൽ നിന്ന് എനിക്ക് ചീത്തൊക്കെ കേൾക്കും, വിഷു ആയിട്ട് എന്താ നോൺ വെജ് കഴിക്കണമെന്ന്. പക്ഷെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ അല്ലേ, അപ്പം എല്ലാം കൂടി ഒന്നും നോക്കി നടക്കില്ല. നമ്മുടെ കൂടെ ഉള്ളവരുടെ ഇഷ്ടം എല്ലാം കൂടെ നോക്കണ്ടേ. അപ്പം അങ്ങനെ മന്തി കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഫിലിമിന് പോയി. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഫിലിം കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അത്രയും ക്രൂ ആണ്, അത്രയും സെലിബ്രിറ്റീസാണ് ആ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എനിക്ക് 15 മിനിറ്റ്സ് ഇച്ചിരി ലാഗ് തോന്നിയെങ്കിലും എനിക്ക് ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ഐസ്ക്രീമൊക്കെ ഇന്റർവെല്ലിന് കഴിച്ചു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വിഷു ആഘോഷിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹാപ്പി വിഷു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.